കവിത പോയതും അവൾ പഴയ സ്നേഹത്തോടെ തന്നെ ആദിയെ വിളിച്ചു. ആദി. ഇത്തവണ ആദിയാണ് പിണങ്ങി നിന്നത്. എൻ്റെ പഴയ ആദിയാകുന്നേ, കഷ്ടമുണ്ട്. ആര്? പഴയ റേപ്പിസ്റ്റ് ആദിയോ? മോളെ, നീ ഇപ്പം താങ്ങൂല. അതെ, ഇന്നെന്നെ കുറേ സുഖിപ്പിച്ചതല്ലേ. ഫുഡ് എനിക്ക് തരാം നിനക്ക്. പറ്റില്ല. ഞാൻ തരും, ആദി കഴിക്കും. ഞാൻ പറയുന്നൊക്കെ ആദി കേൾക്കൂലേ? അവളുടെ വാശിയും കുറുമ്പും കണ്ടതും ആദി അവളുടെ ഇഷ്ടങ്ങൾക്കെല്ലാം ഒപ്പം നിന്നുകൊടുത്തു. ആദിക്ക് ഭക്ഷണം കൊടുക്കുക, ആദിയെ മടിയിൽ കിടത്തി പുന്നരിക്കുക, അങ്ങനെ എന്തെല്ലാമായിരുന്നു ഇസമ്മയുടെ വട്ടുകൾ. എൻ്റെ ഇസ, നീ എന്താ പിള്ളേരെ പോലെ ഈ സമയത്ത് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നു? പാടില്ല. ടേക്ക് റെസ്റ്റ്. ആദി. എന്താ? ഇത്തവണ ആദി അല്പം ദേഷ്യത്തോടെയാണ് വിളി കേട്ടത്. അതോടെ അവളുടെ സന്തോഷമെല്ലാം പാടെ പോയി. ഞാൻ അന്നേ ചോദിച്ചതല്ലേ ആദിയോട്, പിള്ളേരൊക്കെ ആകുമ്പോൾ എന്നോടുള്ള ഇഷ്ടം പോകുമോ എന്ന്. ഇപ്പോൾ പോയില്ലേ? അവൾ വീണ്ടും കണ്ണീർ വാതകം പ്രയോഗിച്ചുകൊണ്ട് പറഞ്ഞു. റബ്ബേ, എന്നെ ഈ നിൽപ്പിലങ്ങ് മേലോട്ട് വിളിക്കാമോ? ആദീസയെ നോക്കിയ ശേഷം മുകളിലേക്ക് നോക്കി ദയനീയതയോടെ പറഞ്ഞു. പിന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു ഉമ്മ കൊടുത്ത് അവളെ തണുപ്പിച്ചു. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇക്ക വഴക്ക് പറയുന്നേ. നിനക്കൊരു ചെറിയ നോവ് പറ്റിയ ഈ ഡോക്ടർക്ക് അത് സഹിക്കുമോ? പറ. നമ്മുടെ കുഞ്ഞൂസങ്ങളെക്കാളും ഇഷ്ടം എനിക്ക് നിന്നോടല്ലേ. ആദ്യം നുണ പറയാണ്. അല്ലടി, സത്യം. നീയാണെൻ്റെ ജീവൻ, നീയാണെൻ്റെ ശ്വാസം, നീയാണെൻ്റെ സർവ്വതും. ആദീസയെ ചുറ്റിപ്പിടിച്ച് മാനത്തേക്ക് നോക്കി കൈമലർത്തി. സത്യമാണോ ആദി? പിന്നെ സത്യം. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ ആദ്യം ഒന്ന് കേൾക്കുമല്ലോ, അല്ലേ? ഈ സമയം എന്തോ കൊനിഷ്ടൊപ്പിക്കാനുള്ള പണിയാണെന്ന് ആദിക്ക് മനസ്സിലോർത്തു. ആദി ഇവിടെ ഇരിക്ക്. അവൾ ആദിയെ പിടിച്ച് ബെഡിലേക്കിരുത്തി. കുഞ്ഞൂസ് എങ്ങനെ അനക്കം ഒക്കെയുണ്ടോ? ആദി, ഇവിടെ ഇപ്പോഴും പഴയ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ, മനസ്സിലായല്ലോ? അവൾ അല്പം ദേഷ്യം കാണിച്ചുകൊണ്ട് അവന് നേരെ ഭക്ഷണം നീട്ടി. കഴിച്ചില്ലെങ്കിൽ തല പോകുമല്ലോ, അതുകൊണ്ട് ആദി വാ പൊളിച്ചു. ദേ, ആദിയുടെ മെഡിസിൻ. ഇതൊക്കെ ഞാനെടുത്ത് കഴിക്കില്ലേ? ആദി. അവളുടെ ഇഷ്ടങ്ങൾക്കെതിരെ പറഞ്ഞതിലുള്ള ദേഷ്യത്തോടെയായിരുന്നു അവളുടെ വിളി. നിവർത്തുകേടിന് മുന്നിൽ ആദി വീണ്ടും മുട്ടുകുത്തി. തരൂ, കഴിക്കാം. ഇനി ആദി കിടന്നു. ഇസ, പറയുന്ന കേൾക്ക്. അധിക നേരം അങ്ങനെ ഇരിക്കാൻ പാടില്ല. ബാക്ക് പെയിൻ ഉണ്ടാകും. പിന്നെ എൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റിയ അവസ്ഥയിലല്ല നീ. നാളെയാകുമ്പോൾ കാലൊക്കെ നീര് വന്ന് വീർത്തിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ലാതെ ഞാൻ പറയുന്ന കേൾക്കുന്നോ ഇല്ലയോ? തൽക്കാലം ഇല്ല, കിടന്നുറങ്ങടി കാന്താരി. ആദി ചിരിച്ചുമയക്ക് കയ്യിലെടുക്കാൻ നിന്നെങ്കിലും ഇസാ ചിരിയിൽ വീണില്ല. അതെൻ്റെ ഇഷ്ടമാണ്, ഞാനിന്ന് ഉറങ്ങുന്നില്ല. ശരി ശരി, കിടക്കാം. ആദ്യം നീ മെഡിസിൻ കഴിക്ക്, എന്നിട്ട് ഇക്ക കിടക്കാം, പോരെ? ഇത് പുതിയ നമ്പറല്ലേ ഡോക്ടറെ? മെഡിസിൻ കഴിച്ചാലേ ഞാൻ പെട്ടെന്ന് ഉറങ്ങിക്കോളുമല്ലോ, അല്ലേ? ഇല്ലടാ, നീ കഴിക്ക്. പറ്റിക്കില്ലല്ലോ, അല്ലേ? അവൾ സംശയത്തോടെ ആദിക്ക് നേരെ വിരൽ ചൂണ്ടി. ഓ ഗോഡ്. അപ്പോഴേക്കും ഇസമ്മ മെഡിസിൻ വാങ്ങി കഴിച്ചിരുന്നു. വാക്ക് കൊടുത്തതുപോലെ ആദി അവളുടെ മടിയിൽ തലചായ്ച്ച് കിടക്കുകയും ചെയ്തു. ഇസവൻ്റെ നെറ്റിയിലെ മുടിയിൽ തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ആദി അവളുടെ വയറിൽ വാത്സല്യത്തോടെ മെല്ലെ മുഖം ചേർത്തു. ആദി. അവളുടെ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ ആദി മറുപടി പറഞ്ഞു. ഇല്ല, നമ്മൾ രണ്ടും മാത്രമേ ഇവിടെയുള്ളൂ, അങ്ങനെയല്ലേ? ആദി അവളുടെ കാൽ വിരലുകൾ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ ഉറക്കമായിരുന്ന ആദി പാളി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളെന്തോ വലിയ സന്തോഷത്തോടെ ഉറങ്ങാതെ മുടിയിൽ തലോടിയിരിക്കുമായിരുന്നു. ഞാൻ ഉറങ്ങിയൊന്ന് നോക്കുമായിരിക്കും, അല്ലേ മോനെ? അല്ലടി, നിന്നെ കെട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ ഓർക്കുമായിരുന്നു. ആരെന്നെ ഇത്രത്തോളം കെയർ ചെയ്യും? അതും ഇങ്ങനെയൊരു അവസ്ഥയിൽ പോലും. നീ എൻ്റെ ലക്കാണീസോ. ആദി അവളുടെ കവിളിൽ വിരൽ തലോടിയതും അവൾ ആദിയുടെ കണ്ണുകളുടെ വലയത്തിൽ പെട്ട പോലെ അവൾ അവനെ ഒന്ന് നോക്കി. പക്ഷേ ശരിക്കും അവളുടെ സ്നേഹത്തിൽ അകപ്പെട്ടു പോയത് ആദിയായിരുന്നു. അവനറിയാതെ തന്നെ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞവൾ ഉറങ്ങിയെന്ന് കണ്ടതും ആദി അവളെ എടുത്ത് ശരിയായ രീതിയിൽ കിടത്തി. അവൾക്കൊപ്പം ഓരം ചേർന്ന് കിടന്നു. അടുത്ത ദിവസം ആദി ഡ്യൂട്ടിക്ക് പോയി വരുമ്പോൾ ഇസാകെ തളർന്ന മട്ടിലായിരുന്നു. എന്തു പറ്റി? വയ്യെങ്കിൽ എന്താ ആരും എന്നെ വിളിക്കാഞ്ഞേ? ഇസ, എന്തു പറ്റിയടാ നിനക്ക്? ഇനി എന്തു പറ്റാനാ ആദി? തളർച്ചയിലും അവൾ ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു. എന്താടാ, ടെൻഷനാക്കാതെ കാര്യം പറ. ഒന്നുമില്ല ആദി, ചന്ദ്രയ്ക്ക് നല്ല സുഖമുണ്ടെന്നും അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നും സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ചേച്ചി അവിടെ വരെയൊന്ന് പോയി. ചേച്ചിയെ പറഞ്ഞയച്ച് ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്കും ഒരു കുട്ടി ക്ഷീണം. പേടിക്കണ്ട, ഇക്ക വന്നല്ലോ.
ആദ്യം അവളെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് പറഞ്ഞു. പിന്നെയുള്ള ദിവസങ്ങളിൽ സൽമയായിരുന്നു അവൾക്ക് കൂട്ട്. ആദിയുടെ കുഞ്ഞുനാളിലെ കുറുമ്പുകളൊക്കെ ഫോണിലൂടെ പറഞ്ഞു ചിരിക്കുന്നതിനിടെ ഇസമ്മയോട് സൽമ വെറുതെ ഒന്ന് ചോദിച്ചു, മോൾക്ക് കുഞ്ഞുങ്ങൾ ആരെ പോലെ ആകണമെന്ന? മോനെയാണോ മോളെയാണോ കൂടുതൽ ഇഷ്ടം? ഇസമ്മയുടെ ഉള്ളിലുള്ള രണ്ട് കുട്ടി മധുരത്തിൽ ഒന്ന് ആണും മറ്റൊന്ന് പെണ്ണുമാണെന്ന് സൽമയ്ക്ക് അറിയാമായിരുന്നു. അല്ല, ഇസമ്മയ്ക്കൊഴികെ എല്ലാവർക്കും അറിയാമായിരുന്നെന്ന് വേണം പറയാൻ. അങ്ങനെയൊന്നുമില്ല ഉമ്മ. പക്ഷേ ആദിയെപ്പോലെ നുണക്കുഴി വേണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദിയെപ്പോലെ എന്ത് ക്യൂട്ടായിരിക്കും വാവകളെ കാണാൻ. അപ്പം മക്കള് എന്നെപ്പോലെ ആവണമെന്നില്ലേ നിനക്ക്? എന്നെപ്പോലെ ഇവിടെ ഞാൻ മാത്രം മതി. രണ്ടാളും ആദിയെപ്പോലെ മതി അല്ലേ വാവേ? അവൾ വയറിലേക്ക് നോക്കി ചിരിച്ചു. ഇസോ, എനിക്ക് പെൺകൊച്ചുങ്ങളെയാ ഇഷ്ടം. ആദി ജനിക്കും വരെ ഞാൻ കരുതിയത് പെണ്ണാണെന്നാ. പക്ഷേ അവസാനം റബ്ബ് എന്നെ ചതിച്ചു. അതുകൊണ്ട് നല്ല മനുഷ്യസ്നേഹിയായ ഡോക്ടറെ കിട്ടിയില്ലേ ഉമ്മാക്ക്. അടുത്ത ചെക്കപ്പിന് സമയമായപ്പോഴേക്കും ഇസമയെ കാവേരിയുടെ അടുത്താക്കി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ ആദി വരുമ്പോഴേക്കും കുറച്ച് വൈകിയിരുന്നു. ചെക്കപ്പ് കഴിഞ്ഞ് ഇസമ പുറത്തിറങ്ങുമ്പോഴാണ് ആദിക്ക് അവളെ എടുത്ത് എത്താനായത്. ക്യാബിനിൽ നിന്ന് ഇറങ്ങി ഇസൻ്റെ മുഖമാകെ മൂടിക്കെട്ടിയിരിപ്പുണ്ട്. സോറി കരയല്ലേ നീ. ഇക്ക വരാൻ കുറച്ച് ലേറ്റായല്ലേ. അടുത്ത തവണ ഉറപ്പായും സമയത്തിനെത്തിയേക്കാം. പേടിയാവുന്നു ആദി. ഇനിയൊരു മാസം കൂടിയല്ലേ ഉള്ളൂ. അവൾ ആദിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനായിരുന്നോ? പേടിച്ചു പോയി ഞാൻ. വന്നേ, നമുക്ക് പുറത്തു വരെ പോകാം. ഷുഗർ നോർമലല്ലേ, ഒരു ഐസ്ക്രീം കഴിക്കാം. അവൻ ഇസമ്മയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. എടി കുഞ്ഞൂസേ. ഇസനെ മടിയിൽ കിടത്തി ആദ്യമല്ലേ വിളിച്ചു. ഇസയാണെങ്കിൽ ആകെ ടെൻഷനിലുമാണ്. പറാതി, എനിക്കാണെങ്കിൽ ഓരോന്ന് ഓർത്തിട്ട് പേടിയാകുക. ഇഞ്ചക്ഷൻ വരെ പേടിയുള്ള ഞാനിപ്പോൾ എന്ത് വേദനയാണ് സഹിക്കുന്നെന്നോ. പിള്ളേർക്ക് അതിൻ്റെ സ്നേഹമൊക്കെ എന്നോട് കാണുമോ എന്തോ. കാണാതെ പിന്നെ ഇനി ആർക്ക് നിന്നോട് സ്നേഹമില്ലെങ്കിലും എനിക്ക് നിന്നോട് സ്നേഹമില്ലേ? അതും വെറും സ്നേഹമാണോ? ഭ്രാന്തമായ സ്നേഹമല്ലേ? ആദി അവളെ കൊഞ്ചിച്ചുകൊണ്ട് മൂക്കിൻ തുമ്പിലൊന്ന് നുള്ളി. വെറുതെ നുണയാ. അല്ല ആദി, എന്താ പാതി പറയാൻ വന്നേ? പറയട്ടെ, പറ. നമ്മുടെ കുഞ്ഞൂസുങ്ങളെ ഒന്ന് വേഗം പറയുന്നുണ്ടോ? വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ. അന്ന് നീ സ്വപ്നം കണ്ടതുപോലെയൊക്കെ ബേബി ഷവർ നടത്തണ്ടേടാ. അപ്പോഴേക്കും ഇസയുടെ കണ്ണുകളിൽ മിഴുനീർത്തുള്ളി ചാലിട്ടു. അതിനൊക്കെ ഇനിയും സമയമില്ലേ ആദി, ഇപ്പോഴേ വേണോ? ടിൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല മോളെ. അവർക്കിഷ്ടമുള്ളപ്പോൾ അവർ പുറത്തു ചാടും. സോ നമുക്ക് എത്രയും വേഗം നടത്താം. അയ്യോ, ഇടങ്ങേറാവുമോ? പിള്ളേരെന്നെ വലക്കുവോ? അതിന് ചാൻസ് ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും പേടിക്കണ്ട. എനിക്കധികം വേദന സഹിക്കാൻ പറ്റില്ലെന്ന് ആദിക്കറിയാലോ. നമുക്ക് നോർമൽ ഡെലിവറി വേണ്ട കേട്ടോ. ഇസമ പേടി പറഞ്ഞു. കൊഞ്ചൽ തുടങ്ങിയതും ആദ്യം അവളെ വിലക്കി. മിണ്ടരുത്. ഇസയുടെ ചുണ്ടിൽ വിരൽ ചേർത്ത് വെച്ച് ഭീഷണിപ്പെടുത്തി. പിന്നെ അവളുടെ കവളിൽ മെല്ലെ മുഖം ഉരുമി. ദേ നോക്ക്, വാപ്പിക്കല്ല ഉമ്മച്ചിക്കാണ് പേടിയെന്ന് മക്കൾക്കിപ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് ആ പേടി മാറ്റിയാലോ? ആദ്യം അവളുടെ വയറിന്മേൽ തുരുതുരാ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ സ്നേഹപ്രകടനത്തിനിടെ ഇസയുടെ പേടിയൊക്കെ താനേ അലിഞ്ഞില്ലാതായി. അങ്ങനെ ഇസമയ്ക്ക് 8 മാസം തികഞ്ഞ ദിവസം അവർ ബേബി ഷവർ നടത്താൻ തീരുമാനിച്ചു. 2 ഫാമിലിയെയും മുഴുവൻ ആൾക്കാരെയും ഉണ്ടായിരുന്നു എല്ലാത്തിനും. ആദ്യം പരമ്പരാഗത രീതിയിൽ ഒരു ആഘോഷം, അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനെയും കൂട്ടി നല്ല ന്യൂജൻ സ്റ്റൈലിൽ മറ്റൊരാഘോഷവും. അങ്ങനെയായിരുന്നു ആദിയുടെ തീരുമാനം. ആദി, ഇസമോളെ വേഗം റെഡിയായി ഇറങ്ങിയോ? സൽമയുടെയും സഫിയയുടെയും വിളി ഒരുപോലെ കേൾക്കുമ്പോൾ ആദി അവളെ സ്വപ്നത്തിൽ കണ്ടതുപോലെ സുന്ദരിയാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇനി വേറെന്തൊക്കെ ഉണ്ടായിരുന്നു നിന്റെ സ്വപ്നത്തിൽ? തലയിൽ തട്ടൊക്കെ ഇട്ടായിരുന്നോ? എവിടെ? അല്ലെങ്കിൽ തന്നെ ആ ശീലമൊന്നും എൻ്റെ ബീവിക്കില്ലല്ലോ. സാരിത്തുമ്പ് ഞൊറിവ് പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നതിനിടയിൽ ആദിയുടെ ചോദ്യങ്ങളൊക്കെ. പറഞ്ഞില്ലേ ആദി, അങ്ങനെയൊന്നും വേണ്ട, ആദിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്താൽ മതിയെന്ന്. ആദിക്ക് നിങ്ങളുടെ മേക്കപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ? നോക്കിക്കേ, ഒരുക്കി കുളമാക്കിയിട്ടുണ്ടാവും ആ പാവത്തിനെ. പുറത്തുള്ള പെൺപടയുടെ കമൻ്റടി കൂടി കേട്ടപ്പോൾ ആദി പിന്നെയൊന്നും നോക്കിയില്ല. വാതിലങ്ങ് തുറന്നു. പുതിയ പെണ്ണിനെ പോലെ അവൻ ഇസയെ ഒരുക്കി മൊഞ്ചത്തിയാക്കിയിട്ടുണ്ട്. എന്നാലും എത്ര ഒരുങ്ങിയാലും പെൺപിള്ളേർക്ക് അത് മതിയാവില്ലല്ലോ. കയ്യിലെ വളകളെ മനസ്സിനിണങ്ങും വിധം മാറ്റി അണിഞ്ഞുകൊണ്ട് ആദിയുടെ പരിഭവം തീർക്കാൻ സാരിയോടൊപ്പമുള്ള ഷാളെടുത്ത് അണിഞ്ഞു നോക്കുമായിരുന്നു. റബ്ബേ, ഇതാര്? ഹൂറിയോ? ഇങ്ങളാൾ പുലിയാണ് കേട്ടോ പുതിയാപ്പിളേ.
ഇസമ്മയെ കണ്ട് ഷെയ്ഖ് അന്തം വിട്ട് ആദിയുടെ കവളിൽ വലിച്ചുകൊണ്ട് പറഞ്ഞതും ഇസ എണീറ്റ് വന്ന് ആദിയുടെ കൈ പിടിച്ചു. റാണി പിങ്ക് നിറത്തിലുള്ള പട്ടുസാരിയും ലൈറ്റ് പിങ്കിൽ റാണി പിങ്ക് ബോർഡറുള്ള നെറ്റുമായിരുന്നു അവളുടെ വേഷം. ഒരു പുതിയ പെണ്ണിനെ എങ്ങനെയൊക്കെ ഒരുക്കാമോ അങ്ങനെ തന്നെ ആദ്യം അവളെ അണിച്ചൊരുക്കുന്നു. അതെ, ഇവളെൻ്റെ ഹൂറി തന്നെയാ. എന്താ നിനക്ക് വേണോ ഇവളെ? ആദി ഷെയ്ഹയോട് ചോദിച്ചതും ഷെയ്ഹ ആവട്ടെ ഇങ്ങ് തന്നേക്ക് എന്ന മട്ടിൽ ഇസയെ ചെന്ന് കെട്ടിപ്പിടിച്ചു. ഇസ മുഖം വീർപ്പിച്ച് ആദിയുടെ തോളിൽ ചാരി പറഞ്ഞു, അയ്യോടി ഇപ്പം തരാം ഞാൻ എൻ്റെ കുഞ്ഞൂസിനെ. ഇസോ നീ പേടിക്കണ്ടാട്ടോ. ഷെയ്ഹയുടെ കവിൾ നുള്ളിക്കൊണ്ട് ആദി ഇസയുമായി പുറത്തേക്ക് നടന്നു. ആദിയുടെ കയ്യിൽ പിടിച്ചു തൂങ്ങി എല്ലാവർക്കും മുന്നിലേക്ക് ചെല്ലുമ്പോഴുള്ള അവളുടെ ചിരിയും സന്തോഷവും കണ്ട ആദിയുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു. കുഞ്ഞൂസുങ്ങൾ ആരോഗ്യത്തോടെ പിറകൊള്ളുന്നുണ്ട്. കുടുംബത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയ്ക്കും ചടങ്ങിനും ശേഷം മധുരം കൊടുക്കലും സന്തോഷം പങ്കുവെക്കലുമൊക്കെയായി എല്ലാവരും ഫുൾ ഹാപ്പി. വീട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ച് വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ച ന്യൂജൻ ബേബി ഷവറിനായി ഒരു കൂട്ടം പിള്ളേരവിടെ താരാട്ടുപാടി പഠിക്കുന്നുണ്ടായിരുന്നു. ഇസമ്മ, ഇത്ര നാളത്തെ സങ്കടവും വിഷവുമെല്ലാം പോയില്ലേ? ഹാപ്പി ആയില്ലേ? ഇനി ഞാൻ പൊയ്ക്കോട്ടെ? എവിടേക്ക്? ഇസമ്മ വിഴിച്ചുകൊണ്ട് ആദിയുടെ കൈ ചുറ്റിപ്പിടിച്ച്. അപ്പോഴേക്കും ആദ്യം അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. ചുമ്മാ ഈ സന്തോഷത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് നീ എന്നെ തഴയുമോ എന്നറിയാനേ ഒരു ചെറിയ ടെസ്റ്റ്. ആദ്യം അടുത്തില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് സന്തോഷമാ ഉള്ളത് പറ. ദേ, നല്ല ദിവസമായിട്ട് കണ്ണ് നിറക്കണ്ടാട്ടോ, ഇക്ക വെറുതെ പറഞ്ഞതാ. വൈകുന്നേരത്തെ ഫംഗ്ഷൻ ഒരു ഗോൾഡൻ തീമായിരുന്നു ആദ്യം അറേഞ്ച് ചെയ്തത്. കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളും ബലൂണും എല്ലാം വീടിന് അലങ്കാരമായപ്പോൾ ഫംഗ്ഷനിലെ സ്റ്റാറായ ഇസമ്മയുടെ വേഷം വെള്ള നിറത്തിൽ പൂക്കൾ തുന്നിയ ഗൗണായിരുന്നു. ഇസമ്മയോട് ഈ ക്രൂരതയൊന്നും കാണിച്ചതും തന്നെ ഞാനല്ല എന്ന മട്ടിൽ ബ്ലാക്ക് ഷർട്ടും ജീൻസും ഇട്ടൊരു പച്ചപ്പാവത്തെ പോലെ കസിൻ പിള്ളേരുടെ താരാട്ടുറക്കം വന്നൊരു വഴിയായി കണ്ണും തിരുമ്മിയാണ് ഡോക്ടറുടെ ഇരിപ്പ്. പാട്ടിലെ വരികളുടെ ഈണം മനസ്സിനെ തൊട്ടതുപോലെ ഇസവൻ്റെ കൈകോർത്തതും അവൻ എണീറ്റ് നേരെയിരുന്നു. ആദി, ഇതുവരെ ആദിയോട് ഞാനൊന്നും ചോദിച്ചില്ല. എനിക്കറിയാം, അറിഞ്ഞാൽ ഞാൻ തന്നെയാവും കൂടുതൽ ടെൻഷനാകുക എന്ന്. എന്നാലും ചോദിക്കുക. നീ ചോദിക്കടി കാന്തു. എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? ആദികൻ്റെ കാര്യത്തിൽ വല്ലാത്ത ടെൻഷനാണ്. തുടക്കം മുതലേ എനിക്കത് തോന്നിയിരുന്നു. ആദ്യമല്ലേ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ മുഖം ചേർത്തു. തൽക്കാലം എൻ്റെ മോളെ ഒന്നും അറിയണ്ട. നിനക്കും മക്കൾക്കും ഒന്നും വരില്ല. ഡെലിവറി നോർമൽ ആകുമോ എന്നൊരു ചെറിയ പേടിയേ ഉള്ളൂ. പിന്നെ നോർമൽ ഡെലിവറി ആണെങ്കിൽ എൻ്റെ കുഞ്ഞൂസ് ആ വേദന എങ്ങനെ സഹിക്കുമെന്ന് ഓർത്തിട്ടും പേടിയുണ്ട്. നല്ലോണം വേദനിക്കുമോ ആദി? ഏയ്, അതറിഞ്ഞാലേ നീ പിന്നെ എന്നല്ല ഉറങ്ങൂല. ഒന്നുമില്ലടാ, എല്ലാം നല്ലതിനാണ്. രണ്ടാളും ഹാപ്പി ആയിട്ടാ നിൻ്റെ ഉള്ളിൽ കഴിയുന്നേ. ഇസ കരച്ചിലിൻ്റെ വക്കോളം എത്തിയതും ആദിയുടെ സ്പർശനം അറിഞ്ഞതുപോലെ ഉള്ളിലെ വാവകളൊന്ന് തുടിച്ചു. ദേ നോക്കിയേ ആദി, ഒരാളുടെ കാല് തെളിഞ്ഞു വരുന്നു. ആദ്യ തെളിഞ്ഞു വന്ന ആ കുഞ്ഞു കാലിനെ വിരൽ തഴുകിയതും ഇസവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കെഞ്ചി. നോർമൽ ഡെലിവറി വേണ്ട ആദി, എനിക്ക് പേടിയാ. ഇസോ, പാട്ട് കേൾക്കുന്നേ. ചടങ്ങും ആഘോഷമൊക്കെ കഴിഞ്ഞതോടെ ആദിയും ഇസയും അഞ്ജനയും ആശയും മാത്രമായി വീട്ടിൽ. പിന്നെ സഹായത്തിനിടയ്ക്കൊക്കെ കവിതയും. ഇസമ്മയുടെ വയറ്റിൽ വാവ ഉണ്ടെന്നറിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് പിന്നാലെയായിരുന്നു ആദം എപ്പോഴും. പേടി മാറ്റിവെച്ചാൽ ഒന്നുമല്ല 9 മാസം കഴിഞ്ഞാലും ഇസയുടെ കുറുമ്പിനും കുരുത്തക്കേടിനും ഒരു കുറവുമില്ല. പുറത്ത് മഴയും കണ്ട് വെള്ളത്തിൽ കളിച്ച് നിൽപ്പായിരുന്നു അവൾ. ഇസ, വന്നകത്ത് കയറ്. ഇന്നേരത്തൊക്കെ അസുഖം വരുത്തി വെച്ചാലേ പ്രശ്നമാണേ. കയറടി അകത്ത്. അജന വാതിൽക്കൽ വന്നു ഒച്ച വെച്ചതും അകത്തുനിന്ന് ആദം കൂടി പുറത്തേക്ക് വന്നു. അതിനിടെ ഇസ മറുപടിയും പറഞ്ഞു. മഴ കണ്ടു നിൽക്കാൻ നല്ല രസമല്ലേ ഇത്താത്തു, എനിക്ക് കൊതിയായിട്ടല്ലേ? അതൊക്കെയാണ്, പക്ഷേ നിന്റെ ഡോക്ടർ വന്നാലുണ്ടല്ലോ ഇവിടെ കൊല നടക്കും. റബ്ബേ, ഇടങ്ങേറ്, ദേ വരുന്നുണ്ട്. ആദിയുടെ കാർ വരുന്നത് കണ്ടതും അജനമെല്ലെ തലവലിക്കാൻ നോക്കി. ആദം, ഇസനെ ആദ്യം വഴക്ക് പറയേണ്ട നോക്കിക്കോണം. എല്ലാം ഏറ്റുവന്ന് തലയാട്ടിക്കൊണ്ട് ആദം കയ്യിലെ സൂപ്പർമാനെ ഇസയ്ക്ക് നീട്ടി. എൻ്റെ രക്ഷയ്ക്ക് ഇതിരിക്കട്ടെ എന്ന ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ്, മഴ കാണാൻ നിൽക്കുന്നു, കയറിപ്പൊടി അകത്ത്. ആദി, ആൻറ്റിയെ വഴക്ക് പറയാതെ, ബേബിക്ക് സങ്കടം വരില്ലേ? ആദം പോവാകത്ത്, ഇല്ലെങ്കിൽ സൂചി എടുക്കും ഞാൻ, ഓടിക്കേ. പാവം, അവനെ വിരട്ടാതെ ആദി, കുഞ്ഞല്ലേ. നിന്നോടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കയറിപ്പൊടി അകത്ത്. ആദം മോനെ, നിന്റെ ആദിക്ക് വെള്ളം കണ്ടാൽ അലർജിയാണ്. ഈ സാദമിനെയും കൂട്ടിക്കൊരവിച്ച് അകത്തേക്ക് നടന്നു.
8:30 മണി അടിച്ചതും ആദം ഇസയുടെ മടിയിൽ കിടന്നുറക്കമായി. അജന അവനെ മുറിയിൽ കിടത്താൻ പോയതും ഇസ പതിയെ മുകളിലേക്ക് ചെന്നു. ആദ്യ മുറിയിലില്ലെന്ന് കണ്ടതും അഴകാനുള്ള കൊതിയോടെ ഇസ നേരെ ബാൽക്കണിയിലേക്ക് നടന്നു. സാധാരണ വരുന്ന പാടെ കുളിക്കാൻ കയറുന്ന ശീലമുള്ളതുകൊണ്ട് ആദ്യ ബാത്റൂമിൽ കാണുമെന്നായിരുന്നു ഇസയുടെ പ്രതീക്ഷ. പക്ഷേ അവൻ ബാൽക്കണിയിൽ നിന്ന് മഴ ആസ്വദിക്കുമായിരുന്നു. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നു കള്ള ഡോക്ടറെ, താൻ കൊള്ളാലോ. എന്നെയും കുഞ്ഞിനെയും വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ട് ഇവിടെ വന്ന് മഴ നനയുവാണോ? ആദി. പിന്നിൽ നിന്നും ഇസമയുടെ വിളി കേട്ടതും ആദി അതേ നിൽപ്പി അവളുടെ അടുത്തേക്ക് ചെല്ലാൻ കൈ കാണിച്ച് വിളിച്ചു. മഴ നനയാൻ കിട്ടിയ ചാൻസ് അല്ലേ, എന്തിനു പാഴാക്കണമെന്ന് ഇസയും കരുതി. പിന്നിൽ നിന്നും ആദിയെ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു അവള്. എന്താ ഇപ്പോൾ മഴക്കൊതി? ആദിയുടെ ചോദ്യം കേട്ടതും ഇസമ്മ ചിരിച്ച് നിന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇളിച്ചോണ്ട് നിൽക്കാതെ കാലിലേക്ക് കയറടി കാന്താരി. ആദ്യം അവളുടെ താടിയിൽ പിടിച്ച് പുന്നാരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ഡോക്ടറെ, ഒരു റൊമാൻസിൻ്റെ മണമടിക്കുന്നുണ്ടല്ലോ. ആദിയുടെ ചിരിയും നോട്ടവും അവളെ കീഴ്പ്പെടുത്താൻ പോരുന്നതായിരുന്നു. വെയിറ്റ് കൂടി പെണ്ണിന്. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ആദി അവൾക്ക് നേരെ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ വെയിറ്റ് അല്ലല്ലോ, ആദിയുടെ കുട്ടിലഡുവിൻ്റെയും ജിലേബിയുടെയും വെയിറ്റ് അല്ലേ. ഞാൻ പാവം. അവളെ ഏന്തി വലിഞ്ഞ ആദിയുടെ കവിളിൽ ഉമ്മ വെച്ചു. അത്രത്തോളം സന്തോഷം അവൾ അന്നേരം അനുഭവിക്കുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികൾ ഇറ്റു വീഴുന്ന അവളുടെ മുഖം മാറോട് ചേർത്ത് ആദിക്കും മതിയാകുന്നുണ്ടായിരുന്നില്ല. പതിയെ ആദി ഊഞ്ഞാലിലേക്കിരുന്ന് അവളെയും ഒപ്പം ഇരുത്തി. തുടിച്ചു പൊന്തുന്ന കുഞ്ഞിളം കൈകൾ ആദി ലാളനയോടെ തലോടുമ്പോൾ അവളുടെ കണ്ണുകൾ ആദിയിൽ തന്നെയായിരുന്നു. എൻ്റെ ആദിയെ ഞാനത്ര വേദനിപ്പിച്ചു, ഒക്കെ ഇഷ്ടം കൊണ്ടാട്ടോ. അറിയാലോ സുന്ദരി, നിൻ്റെയും എൻ്റെയും പിന്നെ ഈ കുട്ടിലഡൂസിൻ്റെയും ആഗ്രഹം തീർക്കാനേ ഒരിത്തിരി മഴ അത്രയേ ഡോക്ടർ കരുതിയുള്ളൂ. ഒരുപാടങ്ങ് നനയണ്ട. ആദി പ്ലീസ്, ഇത്തിരി നേരം കൂടെ. ആദിയുടെ നെഞ്ചിലിങ്ങനെ തലചായ്ച്ച്. ആദിക്കും ഇസൂനും ഡിന്നറൊന്നും വേണ്ടായോ? അജനയുടെ ശബ്ദം കേട്ടതും ആദി വേഗം എഴുന്നേറ്റ് ചെന്നു. ഈ സമയം ഊഞ്ഞാലിൽ ഇരുത്തി തന്നെയാണ് അവൻ പോയിരുന്നത്. പെട്ടെന്ന് ഷർട്ട് മാറ്റി പകരം ടവലെടുത്ത് പുറത്തേക്ക് ആദി വാതിൽ തുറന്നത്. ഇപ്പോൾ വരാം അജിനാത്തു, കുളിക്കുമായിരുന്നു. ശരി, ഓളയും കൂട്ടി താഴേക്ക് പോര്. ഇസമ്മയെ കൂടി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ആദി അവളുമായി താഴേക്ക് പോന്നു. കാത്തിരുന്ന ദിവസങ്ങളിലേക്ക് അധിക ദൂരമില്ലെന്ന് കണ്ട് ഇസമ്മയുടെ പിറകെ നടപ്പായിരുന്നു ആദി. ആഷി, ഒരു കരുതൽ വേണം അവളുടെ കാര്യത്തിൽ. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. നീ സമാധാനമായിട്ട് പോയിട്ട് വാടാ. ആഷിക്ക് അവനെ സമാധാനിപ്പിച്ചു പറഞ്ഞയച്ചു. മോളെ, ആൻറ്റി എണീക്ക്. അജിനൊക്കൊപ്പം തന്നെ ആദമും അവളെ വിളിച്ചുണർത്താനൊപ്പം കൂടി. ആദി എവിടെ? ഹോസ്പിറ്റൽ പോയോ? പോയി. ഇസമ്മയും പിള്ളേരെ ഉറക്കായതുകൊണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. അജിൻ അവളെ കരുതലോടെ പിഴിച്ചെഴുന്നേൽപ്പിക്കുന്നതിനിടയിൽ പറഞ്ഞു. മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ മടിക്കരുത്, ഇത്തയോട് പറയണം കേട്ടോ. അജിൻ അവൾക്കൊപ്പം തന്നെയാണ് അധിക സമയം ചിലവഴിച്ചിരുന്നത്. ഇത്ത, എന്താ മോളെ, വേദനയുണ്ടോ മോൾക്ക്? അവളില്ലെന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് എന്തോ അസ്വസ്ഥത ഉള്ളതായി അജിനയ്ക്ക് തോന്നിയിരുന്നു. എന്താ മോളെ, പറ. എനിക്ക് ആദ്യം കാണണം ഇത്ത. അറിയില്ല എന്താണെന്ന്, തല ചുറ്റുന്നത് പോലെ പേടിയാകുന്നു. ആദ്യം ഒന്ന് വിളിക്കുമോ? വിളിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ആദം ചെന്ന് വാപ്പച്ചിയോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആഷിസയെയും അജിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. കാവേരി വന്ന് ചെക്കപ്പ് ചെയ്തതിനു ശേഷമാണ് ആദിയോട് പോലും അവർ അറിയിച്ചത്. കൊണ്ടുവന്നിട്ട് ഇപ്പോഴാണോ ആഷി പറയുന്നേ? ഞാനിപ്പോൾ വരാം. നീ വേദ, എൻ്റെ ഒപിയിലേക്ക് ജൂനിയർ ഡോക്ടറെ ഒന്ന് വിളിത്തേക്ക്. 1-2 പേഷ്യൻസ് ബാക്കിയുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാൻ പറ. ഓക്കെ ഡോക്ടർ. നഴ്സിനോട് പറഞ്ഞ ശേഷം ആദി സമയ്ക്കടുത്തേക്ക് നടന്നു. എന്താടോ ഇവൾക്ക്? ഒന്നുമില്ല ആദി, BP ഷൂട്ടായതാണ്. സമയമെടുത്തില്ലേ, നല്ല ടെൻഷൻ ഉണ്ടാവും ആൾക്ക്. എന്തായാലും ഇനി അധിക ദിവസം പോവില്ല, ഡേറ്റിന് മുന്നേ ഉണ്ടാകും. സോ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണെങ്കിൽ അതാ നല്ലത്. വെറുതെ റിസ്ക് എടുക്കേണ്ട. കാവേരി പോയതും ആദി കസേര നീക്കിയിട്ട് അവൾക്കരികിലേക്ക് ഇരുന്നു. ആദി ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, വീട് വരെ പോയി മോൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. ആദി, ഞങ്ങളൊന്ന് പോയി വരാം. ആദി എല്ലാത്തിനും മൂളിക്കൊണ്ട് ഇസയുടെ കൈകോർത്ത് പതിയെ അവളുടെ കയ്യിൽ ചുണ്ടുകൾ ചേർത്തു. വൈകും വരെ ആദി അവളുടെ കൈ കോർത്ത് ബെഡിൽ തലചായ്ച്ചിരുന്നു. അപ്പോഴേക്കും അജിനയും അടങ്ങിയെത്തിയിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ആദിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ആദി ഫോൺ കട്ട് ചെയ്ത് അജിനയെ നോക്കി. ഒരു എമർജൻസി കേസുണ്ട്, നിങ്ങൾ ഇവിടെ തന്നെയാണോ? പിന്നെ ഉണരുമ്പോൾ എന്നെ തിരക്കിയാൽ വിവരം പറഞ്ഞേക്ക്. ആദി ഇസയെ നോക്കിയ ശേഷം അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച ശേഷം കോട്ടെടുത്തിട്ട് പുറത്തേക്ക് നടന്നു. നീണ്ടയൊരു ശാസ്ത്രക്രിയയുടെ ഭാഗമായി ആദി മടങ്ങിയെത്തിയപ്പോഴേക്കും
ഒരുപാട് വൈകിയിരുന്നു. ഒടുക്കം മൂപ്പിയിൽ തന്നെയായിരുന്നു ആദിയുടെ മയക്കം. സർ, ചായ. ക്യാൻറ്റീനിൽ ആവി പറക്കുന്ന ചായ മുന്നിൽ വെച്ചുകൊണ്ട് അയാൾ ആദിയെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി. ആദി അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം മുഖം കഴുകിക്കൊണ്ട് ഇസമയുടെ അടുത്തേക്ക് നീങ്ങി. പോകുന്ന വഴി റിസപ്ഷനിലിരുന്ന പനിനീർ പൂക്കളെ കയ്യിലെടുത്തുകൊണ്ട് ആദ്യ റിസപ്ഷനെ നോക്കിയൊന്ന് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു. അപ്പോഴേക്കും ഇസമയും എണീറ്റിരുന്നു. അവൾ അജിനയ്ക്കും ആഷിക്കിനുമൊപ്പം ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദിയെ കാണാൻ കഴിയാത്തതിൻ്റെ പരിഭവം ആ മുഖത്ത് ഏഴഴകോടെ കാണാമായിരുന്നു. മറ്റു ഗർഭിണികളിലും ആ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. മിക്കവർക്കുമൊപ്പം തോൾ ചേർന്ന് നടക്കാൻ അവരുടെ നല്ല പാതി ഉണ്ടായിരുന്നത് ഇസമയെ വീണ്ടും പരിഭവത്തിലാഴ്ത്തി. ലാവെൻഡറും വൈറ്റും ഇടകലർന്നൊരു മാക്സി ഡ്രസ്സും ഇട്ടായിരുന്നു ഇസമയുടെ നടത്തം. കാണാനൊരു കൊച്ച് ഫുട്ബോൾ പോലെ തോന്നും. വരാന്തകളിൽ സൂര്യൻ്റെ വെളിച്ചം കടക്കാനായി തീർത്തിട്ടുള്ള പെർഗോളുകൾ കീഴിലൂടെ നടക്കുമ്പോൾ മഴവില്ല് ചുംബിച്ച മുല്ലപ്പൂക്കളുടെ ഭംഗിയായിരുന്നു ഇസമയ്ക്ക്. പക്ഷേ മൂക്കത്ത് ശുണ്ഠി ഒരൽപ്പം കൂടുതലായിരുന്നു. ആഷിക, ഡോക്ടർ ആകാഞ്ഞത് നന്നായി. അല്ലെങ്കിലേ ഇത്തൂനും ഇതുപോലെ കരയേണ്ടി വന്നേനെ. വല്ല ചാൻസും ഉണ്ടേലേ ഈ ഡോക്ടർമാരെ കെട്ടാനേ പാടില്ല. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കൂടിയില്ലേ എന്ത് സങ്കടമാണെന്നോ. ഇസമയില്ലാത്ത കണ്ണുനീര് തുടച്ചുകൊണ്ട് കൈയെടുത്തതും മറച്ചു പിടിച്ച പൂക്കളുമായി ആദ്യം അവൾക്ക് നേരെ വന്നുകൊണ്ടിരുന്നു. പൂക്കളുമായി പോകുന്ന ഡോക്ടറിൻ്റെ നേരെയായി എതിരെ വന്നവരുടെ കണ്ണുകൾ. ഇസമയാകട്ടെ ആദിയെ കണ്ടയുടൻ വെട്ടിത്തിരിഞ്ഞൊരു പോക്കായിരുന്നു. താനും ഫുട്ബോൾ ഇതെങ്ങോട്ടാ ഉരുണ്ടു പോണേ? ആദ്യ ഒരു പ്രത്യേക രീതിയിൽ ചിരിയോട് ആഷികിനോട് ചോദിച്ചുകൊണ്ട് ഇസയ്ക്ക് പിന്നാലെ ഓടി. ചെല്ല് ചെന്ന് കൈയോടെ വാങ്ങിക്ക്. ആഷി അജനയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് മുറിയിലേക്ക് നടന്നു. സോറി. ആദ്യ ഇസമയെ ഓവർടേക്ക് ചെയ്ത് അവളുടെ മുന്നിൽ മുട്ടുകുത്തി. എനിക്കൊന്നും കേൾക്കണ്ട, എഴുന്നേറ്റ് പോയിൻ്റെ മുന്നീന്ന്. മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നു, എണീറ്റ് പോടോ. 8 മണിക്കൂർ നീണ്ടൊരു സർജറിയും കഴിഞ്ഞാണ് ഞാൻ വരുന്നേ. ഒരു മനുഷ്യനാണ് ഞാൻ. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ക്യാബിനിൽ ഇരുന്നൊന്ന് ഉറങ്ങിപ്പോയി. സോറി, പ്ലീസ് ഇത് വാങ്ങ്. എന്നോട് ക്ഷമിക്കു പൊന്നെ. നീ ഉറങ്ങുമ്പോൾ കുറേ നേരം ഇക്ക നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്ലീസ് ഇത് വാങ്ങിക്ക്. ഇനി എന്നെ വിട്ടിട്ട് പോകുവോ? പറ. ഇല്ല, പോവില്ല. എന്നാൽ ഇന്ന് ലീവ് എടുക്കുവോ? ഇസമ്മയുടെ അടുത്ത ചോദ്യം വന്നതും അധികം വേദനിപ്പിക്കാതെ തന്നെ ആദ്യം അതിന് മറുപടി കൊടുത്തു. നിന്റെ ഡാഡിയുടെ ഹോസ്പിറ്റലല്ലത്. ആദ്യം പെട്ടുപോയൊരു ചിരിയോടെയാണത് പറഞ്ഞത്. നീ എപ്പോഴും ഇവിടെയുണ്ട്, ഒപ്പം ഞാനും. പിന്നെന്താ പ്രശ്നം? ആദ്യം ഇതുപോലെ എന്നെ ഇട്ടേച്ച് പോവല്ലേ. എന്നും ഇങ്ങനെയുള്ള കേസ് വരില്ലടാ. ഇന്ന് തൽക്കാലം എണീക്ക്. എന്ത് ചട്ടമ്പിയുടെ പിണക്കമൊക്കെ ഇപ്പം മാറിയോ? അത്രയ്ക്ക് മാറിയിട്ടില്ല, എന്നാലും ഒരിത്തിരി. ആണോ? എൻ്റെ ലഡൂസ് എന്ത് പറയുന്നു? ആദ്യം അവളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആദി. പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ആദി കണ്ണെടുത്ത് ഇസമയെ ഒന്ന് നോക്കി. പെയിൻ ഉണ്ടോ? ഉണ്ടാദി. അവൾ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നല്ലോണം ഉണ്ടടി ഇസമേ. ആദി അവളെ ചൊടിപ്പിക്കാനെന്ന പോലെ പുസ്തകം മടക്കി വെച്ച് ചിരിച്ചു. പേടിയുണ്ടോ? പിന്നില്ലാതെ. എന്ത് ചോദ്യമായി ഇതൊക്കെ? ഇസമയെ ലേബർ റൂമിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷം ആദി അല്പം മാറി നിന്നിരുന്നു. എല്ലാവരോടും വിവരം പറയാനായിരുന്നു അത്. ആദി. വേദന സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആദിയുടെ സാമീപ്യമില്ലാതെ അവൾക്ക് മറ്റൊരു മരുന്നുണ്ടായിരുന്നില്ല. ആദി നിറഞ്ഞ കണ്ണുകളോടെ അവളെ ചുറ്റും നോക്കി. പിന്നെ കാവേരിയോടായി ചോദ്യം. ആദി എവിടെ? എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല. ആദി ഇവിടെയൊക്കെ തന്നെയുണ്ട് ഈസ, പേടിക്കേണ്ട. നേഴ്സ് ഡോക്ടറിനെ ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരുമോ? ഇസയെ പരിശോധിക്കുന്നതിനിടെ കാവേരി നേഴ്സിനോട് പറഞ്ഞു. ഇസ. നിറഞ്ഞൊഴുകി അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആദി അവളുടെ കൈകോർത്ത് പിടിച്ചു. അടുത്തു തന്നെ നിന്നു. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഒന്നും മിണ്ടാനാവാതെ വേദന കടിച്ചമർത്തുന്ന ഇസയെ കണ്ടതും ആദിയുടെ നില വഷളായിരുന്നു. ഇസക്ക് ധൈര്യം കൊടുക്കേണ്ട അവൻ്റെ കണ്ണുകൾ കൂടി അവളുടെ കവളിലൂടെ പെയ്തൊഴുകി. ആദിയുടെ അവളുടെ പിടിയാകട്ടെ ഓരോ നിമിഷവും മുറുകിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുനീര് കാണി അവനെന്തോ കൺമുന്നിൽ പിടിച്ചു നിൽക്കാൻ തോന്നിയില്ല. എങ്കിലും അവളെ വിട്ടുപോകാനും കഴിയുമായിരുന്നില്ല. പിന്നെ അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം ആദ്യം അവളോട് ഓരോന്ന് ചോദിച്ച് പറഞ്ഞുമിരുന്നു. ഇസ, മോള് ചോദിച്ചില്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ ആണാണോ പെണ്ണാണോ എന്നൊക്കെ? ഇതുവരെ ആദ്യം നിന്നോട് പറഞ്ഞില്ലല്ലോ. വേദനയിലും അവൾ അതിന് നോട്ടം കൊണ്ടൊരു മറുപടി നൽകി. ഇസ, നമുക്കൊരു മോനും മോളുമുണ്ട്. അവരെ കിട്ടാൻ വേണ്ടിയല്ലേ ഈ വേദനയൊക്കെ? ഒരിത്തിരി നേരം കൂടെ നീ ക്ഷമിക്ക്. കുറച്ച് സമയം അതിനുള്ളിൽ ഒക്കെ റാഹത്താവും. അവളുടെ നിറഞ്ഞ കണ്ണുകൾക്ക് സന്തോഷത്തിൻ്റെ തിളക്കം വന്നത് അപ്പോഴായിരുന്നു. പതിയെ അവളുടെ കരച്ചിലിന് കനം കൂടിയിരുന്നു.
ആദിയുടെ ചുമലിലായിരുന്നു അവൾ അപ്പു കൈചുറ്റി പിടിച്ചിരുന്നത്. ആദ്യത്തെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് ആദി ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയത് തന്നെ. അവൻ്റെ മുഖത്ത് കണ്ണീരിലൊരു ചിരി തെളിഞ്ഞു കണ്ടു. കാവേരി പറഞ്ഞു, ആദ്യത്തേത് മോനാണ്. നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്ന ചോരക്കുഞ്ഞിനെ കണ്ടപ്പോൾ ഇസാദിയുടെ മുഖത്തേക്ക് നോക്കി മിഴിനീരോടെ ചിരിച്ചു. അപ്പോഴേക്കും ആദിയുടെ വലതുകരം ഒരിക്കൽ അവളുടെ നോവിനെ വകുത്തുകൊണ്ട് പിടഞ്ഞു. അലസതയോടെ വാതിൽ ചാരി അവളുടെ കണ്ണുകളെ ചുണ്ടുകളാൽ സ്വന്തമാക്കി ആദി സാവധാനം ഒന്ന് ചിരിച്ചു. റൂബി. ആദിയുടെ വിളി കേട്ടതും റൂബി ചിരിയോടെ ലേബർ റൂമിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. ആദിയുടെ ഇരുകൈകളുടെയും ചൂടിൽ മിഴിപൂട്ടിയിരിക്കുന്ന 2 കുട്ടി മധുരത്തെ കണ്ട് അജ്നോയുടെ മുഖമാണ് ആദ്യം വിടർന്നത്. നോക്കാഷിക്ക, ആദിയുടെ ബേബീസ്. ആദ്യം നോക്കിയ വാവേനെ. അജ്ന കൊതിയോടെ ഓരോരുത്തരെയായി കയ്യിലേക്ക് ഏറ്റുവാങ്ങി. ഇസക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൾ സുഖമായിരിക്കുന്നു. അജ്ന ആദിയോട് സുഖവിവരം തിരക്കുന്നതിനിടയിൽ ആശി ഇരുവരെ കുടുംബക്കാരെയും ഗ്രൂപ്പ് വീഡിയോ കോളിലൂടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്തു. ഇസമ്മയുടെ കുടുംബം അപ്പോൾ കോഴിക്കോട്ടേക്ക് വരുന്ന വഴിയായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരേ ചിരിയും സന്തോഷവും പടർത്തുവാനായി ആദിയുടെയും ഇസമ്മയുടെയും കുട്ടി ലെഡോസ് അങ്ങനെ റിലീസായി 5 വർഷങ്ങൾക്ക് ശേഷം. ഇരട്ട കുട്ടികളെ ആദ്യമായി സ്കൂളിൽ പറഞ്ഞേക്കാൻ ഒരുക്കുന്നതിൻ്റെ തത്രപ്പാടിലാണ് ആദി. ഇമിഷ എന്ന പേരുള്ള ഇമയുടെ മുഖത്ത് കുത്തബ് മിനാർ പണിയുവാണെന്ന് തോന്നും ആദിയുടെ കഠിന ശ്രമം കണ്ടാൽ. യൂണിഫോം ആയതുകൊണ്ട് കഴിവ് മുഴുവൻ അങ്ങയുടെ പുറത്തെടുക്കാൻ കഴിയാത്തതിൻ്റെ മ്ലാനത ആദിയുടെ മുഖത്ത് ശരിക്കും കാണാം. എന്തൊരു കുറവുണ്ടല്ലോ ഇമി. അപ്പോഴാണ് അങ്കത്തട്ടിലേക്കുള്ള നമ്മുടെ കാന്താരിയുടെ എൻട്രി. അതും വെറും എൻട്രി എന്ന് പറയുകയില്ല, കാര്യമായിട്ട് ആൾക്കെന്തോ പറ്റിയിട്ടുണ്ട്. നല്ല ദേഷ്യത്തിലാണ് പുള്ളിക്കാരിയുടെ വരവ്. അതിനിടെ ആദിയുടെ തലക്കൊരു ഏറും കിട്ടി. ഇഷ്, അടി കിട്ടും നിനക്ക്. ആ ഇഷ് ആദിയുടെ ഇരട്ട കുട്ടികളിൽ ഒരാളാണ് കരുതിയല്ലേ? എന്നാലല്ല, ഇത് ആദിയുടെ 3ാമത്തെ ലഡു ഇഷലാണ്. 2 വയസ്സുള്ള ഇഷലിനെ ആദി കണ്ണുരുട്ടി പേടിപ്പിക്കുവാൻ നോക്കിയെങ്കിലും നുണക്കുഴിക്കാവിലുള്ള ആ ചുന്ദരി പെണ്ണ് ആദിയെ ചിരിച്ചു മയക്കിയിരുന്നു. കണക്കായിപ്പോയി. വലുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തെറി മോളെ. അപ്പോഴേക്കും നമ്മുടെ കഥാനായിക കമൻറ്റും പറഞ്ഞു കഴിഞ്ഞു. ഉമ്മച്ചി എന്തിനാ വാപ്പിച്ചിയോട് ദേഷ്യപ്പെടുന്നേ? വാപ്പി പാവല്ലേ. ഇതൊക്കെ വെറുതെയല്ലടെ ചക്കരെ. ഉമ്മച്ചി യൂണിഫോം ഇട്ടു തരാം. ഇമിഷ കണ്ടോ, നല്ല കുട്ടിയായിട്ട് ഒരുങ്ങിയിരിക്കുന്നേ. ഇസമ്മയുടെ തക്കുടു ഇഷാനിയായിരുന്നു. അത് ഇരട്ട കുട്ടികളിലെ ആദ്യത്തെ ലഡു. ഇസമ്മയുടെ തക്കുടു വാവ. ആദിയെപ്പോലെ പരമശാന്തനാണ് ആള്. അതുകൊണ്ട് അവനോട് ഇസമ്മയ്ക്ക് ഒത്തിരി സ്നേഹം കൂടുതലാണ്. ഇഷാനെയും കയ്യിലെടുത്ത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളുടെ മുഖത്തെ ദേഷ്യം ഭാവവും ഒന്നുകൂടെ കടുപ്പത്തിലായി. ഇസമ്മയുടെ മുഖം കണ്ടിട്ട് കാര്യം മനസ്സിലാവാതെ ആദ്യം അവളെ മിഴിച്ചു നോക്കി. എന്തു പറ്റി? ഇഷൽ എടുത്തെറിഞ്ഞ പാവയെ ഇസമ്മയ്ക്ക് നേരെ എടുത്തെറിഞ്ഞതും ആദിയുടെ ചോദ്യം ഇനി എന്ത് പറ്റുമെന്ന ഭാവത്തിൽ ദയനീയതോടെ ഇസമ്മ കയ്യിലിരുന്ന പ്രഗ്നൻസി കിറ്റെടുത്ത് ആദിയുടെ കയ്യിൽ പിടിച്ചു. ഏകെ ഒരു കുട്ടിലടു കൂടി, കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആദി ഇസയ്ക്ക് നേരെ ഫ്ലൈങ് കിസ് കൊടുത്തു. പോടോ ഡോക്ടർ പിശാചെ, ഇങ്ങരുടെ കൈകൊണ്ട് തന്നെ ഞാൻ ചാകുന്നു, എനിക്കുറപ്പായി. ദേഷ്യം കാണിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ആയിരുന്നു നമ്മുടെ കാന്താരിയുടെ പോക്ക്. ആദിയും പിന്നാലെ ഓടിച്ചെന്ന് ഒരിത്തിരി സ്നേഹം കൊടുക്കാനേ. തൊട്ടു പോകരുത് തന്നെ. ആദിയുടെ കൈ ദേഹത്തിന് വീണതും പാല് തിളപ്പിച്ചുകൊണ്ടിരുന്ന ഇസമ്മ നിന്ന നിൽപ്പിൽ ചൂടായിയാണ് പാല് ഗ്ലാസ്സിലേക്ക് പകർന്നു. നമ്മുടെ ഡോക്ടർ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവളുടെ അരയിലൂടെ കൈ ചേർത്ത് അവളുടെ കവിളി കടിച്ചെടുത്തു കെഞ്ചി. അങ്ങനെ പറയല്ലടി കാന്താരി. വിട് മനുഷ്യ, പിള്ളേരാരെങ്കിലും കാണും. കണ്ട നമുക്ക് കള്ളം പറയാമിടൂ. ആദിയുടെ അടുത്ത മറുപടി വന്നതും അവൾ കൈമുട്ടുകൊണ്ട് ആദിയുടെ വയറിനോട് ഇടികൊടുത്തു. ദേ, ഇതോടെ നിർത്തിക്കോളണം. ഇസ, ഈ കുട്ടികളെ നിർത്തിക്കോണമെന്ന് നഴ്സറി സ്കൂൾ തുടങ്ങാമെന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ പറയല്ലടി വാവേ, ഒന്നുകൂടി. അപ്പോഴേക്കും നമുക്ക് 5 പിള്ളേരാവും. എനിക്കിപ്പോൾ തന്നെ 5 പിള്ളേരുണ്ട്. കൈ കഴുകി തുടക്കുന്നതിനിടയിൽ ഇസമ്മ ആദിയെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ആദി കണക്കെടുപ്പും തുടങ്ങി. ഇമിഷ, ഇഷാൻ, ഇഷൽ, പിന്നെ ദേ ഇവളും. ഇതുകൂടി 4 അല്ലേ ആയിട്ടുള്ളൂ. ആദി ഇസമ്മയുടെ വയറിൽ കൈയും കഴുത്തിൽ മുഖവും ചേർത്തുകൊണ്ട് പറഞ്ഞു. ഫസ്റ്റ് ബേബി ദേ നിൽക്കുന്നു. ഇതുവരെ കൊഞ്ചൽ മാറിയിട്ടില്ല. എൻ്റെ പിള്ളേരെ പോലും നേരാവണ്ണം നോക്കാൻ സമ്മതിക്കൂല. എന്നിട്ട് ഒന്നുകൂടി വേണം പോലും. അവൾ ആദിയുടെ മുടിയിലും കവിളിലും കൈവരുതിക്കൊണ്ട് അവൻ്റെ നുണക്കുഴി കവിളിലേക്ക് മൂക്ക് മുട്ടിച്ചു. നിന്റെ സ്നേഹമാണടി എന്നെ വഴിതെറ്റിക്കുന്നേ.
കൗണ്ടർ ടോപ്പിന് മുകളിൽ ഈസം എടുത്തിരുത്തിയ ശേഷം ആദ്യ കയ്യിൽ മടക്കിയിരുന്ന കോട്ടെടുത്ത് തലവഴിയിട്ട് അവളുടെ മറുകുള്ള കണ്ണുകളെ പ്രണയം കൊണ്ട് വീണ്ടും വീണ്ടും തോൽപ്പിച്ചുകൊണ്ടിരുന്നു.